ഒരു മീറ്റിംഗ് പ്രൊഡക്റ്റീവ് ആക്കി തീർക്കാൻ നമ്മൾ 6 പോയിന്റ് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതിലെ ആദ്യത്തെ പോയിന്റ് ആണ് സെറ്റ് എ ക്ലിയർ അജണ്ട. നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നെയെങ്കിലും നമ്മുടെ സ്റ്റാഫുകൾക്ക് കൃത്യമായ അജണ്ട അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അതിനാവശ്യമായ ഡാറ്റ പ്രിപ്പയർ ചെയ്ത് മീറ്റിംഗ് വേണ്ട വിധത്തിൽ പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ആണ് കീപ് മീറ്റിംഗ് ഷോർട്ട്. എപ്പോഴും മീറ്റിംഗ് ഷോർട്ട് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ലിമിറ്റഡ് മെമ്പേഴ്സ് മാത്രമായിരിക്കണം മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടത്. കീ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺസ് ആയിരിക്കണം അവിടെ ഉണ്ടാവുന്നത്. എങ്കിൽ മാത്രമേ അവിടെ ഡിസിഷൻ മേക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റേ സ്റ്റാൻഡിങ്. എപ്പോഴും നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മീറ്റിംഗ് പ്രസന്റ് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ആൾക്കാരുടെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നിൽക്കുക എന്നുള്ളത് കുറച്ച് ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർ കീ പോയിന്റ്സ് മാത്രമേ പ്രിപ്പയർ ചെയ്ത് വരികയുള്ളൂ. ദ ഫോർത്ത് വൺ ഈസ് ചേഞ്ച് മീറ്റിംഗ് ലൊക്കേഷൻ റെഗുലർലി. എപ്പോഴും ഒരു ലൊക്കേഷനിൽ മീറ്റിംഗ് വിളിക്കരുത്. അപ്പോൾ എല്ലാവർക്കും അതൊരു മടുപ്പിലേക്ക് പോവുകയും ഒരു ഫ്രഷ്നെസ് ഇല്ലാതിരിക്കുകയും ചെയ്യും. എപ്പോഴും എനർജറ്റിക്കും ആൻഡ് ഫ്രഷ് ആയിട്ട് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ലൊക്കേഷൻസ് ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കാം. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് അസൈൻ പ്രോപ്പർ റോൾസ്. മീറ്റിംഗിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അവരുടെ റോൾ കൃത്യമായി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. മീറ്റിംഗ് മിനിറ്റ്സ് ആരുണ്ടാക്കും, മീറ്റിംഗിന്റെ സമയം ഡ്യൂറേഷൻ ആര് നോട്ട് ചെയ്യും, ആരൊക്കെയാണ് മീറ്റിംഗിൽ പ്രസന്റേഷൻ നടത്തുന്നത്, ചർച്ചയ്ക്ക് എത്ര സമയമെടുക്കും, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ക്ലിയർ ആയി നമ്മൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദ ഫൈനൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് എൻഡ് വിത്ത് ആക്ഷൻസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ മീറ്റിംഗിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് അത് ചെയ്യാനുള്ള ആൾക്കാരെ കൃത്യമായി അസൈൻ ചെയ്തിട്ടുണ്ടാവണം. അവർക്കൊരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടാവണം അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടൈം പീരീഡുകളിൽ കൃത്യമായ ഫോളോ അപ്പ് മീറ്റിംഗുകൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ മീറ്റിംഗിന്റെ ഉദ്ദേശം വളരെ പ്രൊഡക്റ്റീവായിട്ട് തീരുന്നു. ഈ 6 കാര്യങ്ങൾ ഏത് മീറ്റിംഗ് നടത്തുമ്പോഴും കൃത്യമായി പാലിക്കേണ്ടതാണ്. ഇത് പാലിക്കാത്ത ഒരു മീറ്റിംഗ് ആണെങ്കിൽ അത് അൺപ്രൊഡക്റ്റീവ് മീറ്റിംഗ് ആണ്. അത് എംപ്ലോയീസിന്റെ ടൈം വേസ്റ്റ് ആണ്, സ്ഥാപനത്തിന്റെ ഫിനാൻസ് വേസ്റ്റ് ആണ്. അങ്ങനെ ഓവറോൾ നമ്മുടെ ഫേമിന് ലോസ് മാത്രമേ തരികയുള്ളൂ.